ഡോക്ടർ രാധാകൃഷ്ണൻ അച്യുതൻപിള്ളൈ. നമസ്കാരം. ഡോക്ടർ രാധാകൃഷ്ണൻ നമസ്കാരം. ശ്രീകുമാർ നമസ്കാരം. മഹേഷ് ആർ ഹായ് മഹേഷ്. ശ്രീകുമാർ നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് ലൈവിൽ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറേ പേര് തെറിയൊക്കെ വിളിച്ചു. പോട്ടെ, നമ്മളങ്ങ് ക്ഷമിച്ച്. നമ്മളെന്താണ്. വൃന്ദ നമസ്കാരം. ഗണേഷ് കുമാർ നമസ്കാരം. ജോബിൻ നമസ്കാരം. വൃന്ദ ഹായ് മോളെ. സുരേഷ് കുമാർ നമസ്കാരം. ഓക്കെ, ഇനിയും പാടാം. ഇപ്പോൾ പാടി ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡാൻസിൻ്റെ പാട്ടുകളാണ് ഇതൊക്കെ എടുത്ത് ഞാൻ ഉടനെ വരും. ഓരോന്നായിട്ട് വരും. രാജി ആർ പിള്ളൈ നമസ്തേ മോളെ. രശ്മി രൂപേഷ് നമസ്കാരം. ഓക്കെ മോളെ നമസ്കാരം. മിഥുൻ നമസ്കാരം. സോമിനേഷ് നമസ്കാരം. രാജേന്ദ്രൻ നായർ ഹായ് നമസ്കാരം. മിഥുൻ കൃഷ്ണൻ നമസ്കാരം മോനെ. അപ്പോൾ വരും. ചീത്തയൊക്കെ വിളിക്കുന്നവരൊക്കെ വരും. വരട്ടെ അല്ലേ. അവർ പറഞ്ഞ് അങ്ങ് ആസ്വദിക്കട്ടെ. കുറേ കഴിയുമ്പോൾ തന്നെ നിർത്തും. രഞ്ജീഷ് നമസ്കാരം. ശ്രീസായി നമസ്കാരം. രഞ്ജിത്ത് നമസ്കാരം. വിഷ്ണുപ്രസാദ് കുറച്ചുകൂടെ കഴിയട്ടെ, പാടാം. ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത്തിരി കഴിഞ്ഞിട്ട് പാടേ. പോവല്ലേ കേട്ടോ, ലൈനിലുണ്ടാവണം. മഹേഷ് അതന്നെ. ഡാൻസ് പഠിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് പാട്ടിനോടായിരുന്നു ഭ്രമം. പക്ഷേ പാട്ട് ഞങ്ങൾക്ക് അവിടെ സബ് പഠിക്കണം കലാമണ്ഡലത്തിലെ. രണ്ടിന് എക്സാമൊക്കെ ഉണ്ട്. രണ്ടിന് തിയറികളുണ്ട്. ബാബു നമസ്കാരം. സുഖമാണ് മോനെ. സുഖം. അനന്തു നമസ്കാരം. മാത്യു നമസ്കാരം. സുരേഷ് കുമാർ നമസ്തേ മോനെ. ശ്രീകുമാർ നമസ്തേ. നിഖിൽ നമസ്കാരം. സുബൈദ നമസ്കാരം. ഗിരീഷ് നമസ്തേ. ഷമീർ നമസ്തേ. പാട്ടുണ്ടല്ലോ, 100 പേർക്ക് ഇഷ്ടമാണ് പാട്ടേ. നമ്മൾ ആര് പാടിയാലും. ഡാൻസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും ഒരു 50-60% ഡാൻസിനോട് ഇഷ്ടമുണ്ടാവും, അത്രയേ ഉള്ളൂ. പാട്ട് അങ്ങനെയല്ല. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതേപോലെയാണ് കേട്ടോ. ടീച്ചർ നല്ലൊരു കീർത്തനം പാടാൻ മനനിക്ക്. ഇത്തിരി കഴിഞ്ഞിട്ട് പാടാം. ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. നമസ്കാരമുണ്ട്. അർജുൻ നമസ്കാരം. തിരുവനന്തപുരത്ത് മീറ്റിങ്ങിനെ പറ്റി പറയൂ. അങ്ങനെ എല്ലാവരും ഒന്ന് ഓക്കെ അടിക്കണ്ടേ.
നമുക്കൊന്ന് കൂടണമെങ്കിൽ കൂടാം അടിപൊളിയായിട്ട്. ആരും ചെയ്യാത്തതാണ് ഞാൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ നല്ല ആൾക്കാരായിരിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ. കുറേ പേര് എനിക്ക് നല്ലതുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണ കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിച്ചു അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു തന്നെ. എനിക്കിപ്പോൾ 67 വയസ്സ് കഴിഞ്ഞു. പക്ഷെ നമുക്കൊക്കെ അച്ഛനെ സനൽ ജാഥ ദേവസ് നമസ്തേ, രാജേഷ് നമസ്തേ, ബിനിത എസ് നായർ നമസ്തേ മോളെ, മീനു ദേവു ദേവു അല്ലേ, ഹരിപ്രിയ നമസ്തേ മോളെ, പ്രസാദ് നമസ്തേ. എന്ത് പൊളി. അയ്യോ സുഖമാണ് മോനെ. അർജുൻ സുഖമായിരിക്കണോ? കുഴപ്പമൊന്നുമില്ല. രാജീവ് നമസ്തേ. നമ്മൾ ആണിനെയും പെണ്ണുങ്ങളെക്കാട്ടിലും നമ്മളൊക്കെ കുഞ്ഞിലേ മുതൽ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളെക്കാളും വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ പോലും നമ്മൾ പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 100%. നമ്മളങ്ങനെയൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അങ്ങനെയാണ്. നമ്മളെക്കാളും വയസ്സിന് താഴെയാണെങ്കിൽ പോലും. മുഹമ്മദ് നമസ്കാരം, ഉല്ലാസ് മോഹൻ നമസ്കാരം, രാജേഷ് നമസ്കാരം. സുഖമാണ് മോനെ? സുഖം, കുഴപ്പമൊന്നുമില്ല. ദേവി നമസ്കാരം, സ്മിത ശിവദാസ് നമസ്കാരം, സുബിത നമസ്കാരം. ഹായ് സുബിത. വീണ പ്രസാദ്, മോഹൻദാസ്, ശ്രീഹരി, മോഹൻദാസ് നമസ്കാരം. നമസ്തേ. എല്ലാവർക്കും നമസ്തേ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അർജുൻ കുമാർ. നമ്മൾ വയസ്സിന് താഴെയാണ്. പിന്നെ അതേപോലെയാണ് ഓരോരുത്തരുടെ തൊഴിലിനെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പം എത്രയോ വീട്ടുജോലികൾക്കൊക്കെ പോണ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ഇല്ല, അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. സനൽ നമസ്കാരം. എന്താ പറയുക, അവരുടെ തൊഴിലല്ലേ അത്, നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ന ജോലി എന്നൊന്നുമില്ല. എല്ലാ ജോലിയും ദൈവം എല്ലാവരും ഒരുപോലെ സൃഷ്ടിക്കൂലല്ലോ അല്ലേ. അപ്പം മുതലാളിയും തൊഴിലാളിയും ഉണ്ട്, അതുപോലെ പാവപ്പെട്ടവനും പണക്കാരനും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. ഞാൻ ആൺപിള്ളേരെ എന്നെയൊക്കെ തീരെ പൊടി പിള്ളേരെയല്ല, ഇത്തിരി പുരുഷന്മാരെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അല്ലാതെ ഞാൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ നമുക്ക് ഓരോ സമയത്ത് ഓരോന്നൊക്കെ വന്ന് ഭവിക്കും അല്ലേ ലൈഫിൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായി കാണും. നിത്യ നമസ്കാരം. അത്രയും ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കതിനകത്തൊന്നും വിഷയമൊന്നുമില്ല. കലാമണ്ഡലത്തിൽ തെറിയുണ്ടോ അതുണ്ടോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അവിടെ തെറി പഠിക്കാനല്ലല്ലോ പോണത്. അല്ല, കലാമണ്ഡലമേ എടുത്ത് കളയെന്ന് പറഞ്ഞല്ലോ ചിലരെ കേട്ടാ. അത് കളയാൻ ആർക്കാണാവും ഇത്ര ധൈര്യം? എൻ്റെ കലാമണ്ഡലം എടുത്ത് കളയാൻ അവരവിടെ ഇരുന്ന് കളയുള്ളൂ. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചൊന്നുമല്ലല്ലോ. ചോര നീരാക്കിയിട്ടേ പഠിച്ചുണ്ടാക്കി സർട്ടിഫിക്കറ്റ് മേടിച്ചതാണ്. പാട്ട് പാടാം, സ്വയംനാൾ കൃതി പാടാം, പാടത്തിരി കഴിഞ്ഞിട്ട് പാടാം. വീണ നമസ്കാരം. ഹായ് അനിൽ. വീണ നമസ്കാരം. നിഷാർ നമസ്കാരം. പൊന്നു മോൾ, നീ ആരാ? അയ്യോ കഷ്ടമായിപ്പോയി. ഇതുവരെ എന്നെ അറിഞ്ഞൂടെ ഞാൻ ആരാന്ന്? ഞാൻ സുന്ദരിയായ ഒരു ഡാൻസ് ടീച്ചറാണ് കേട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ. നീ ആരാന്നൊന്നും ചോദിക്കല്ലേ. എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചോദിക്കല്ലേ കേട്ടോ. ഇനി നാഗസൈരന്ധ്രി പറയണ പോലെ ഞാൻ പറയാം, കുഞ്ഞേ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ എന്ന് പറയാം. അത് മതി, അവരങ്ങ് പറഞ്ഞ് ആസ്വദിക്കട്ടെ. ഇല്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല, കഴിക്കാറാവണല്ലേ ഉള്ളൂ. ഇത്ര നേരത്തെ ഒന്നും ചില ദിവസം അങ്ങനെയില്ല, ചില ദിവസമൊക്കെ നേരത്തെ കഴിക്കും. അത് ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ലെന്നേ കേട്ടാ ബീന, ഞാനും വല്ലവരുമായിട്ട് പ്രശ്നമുണ്ടെങ്കിലേ
അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമോ? ഇല്ലല്ലോ. അതറിഞ്ഞിട്ട് ഇപ്പം എന്നെ ഇന്നും ഒരു പാർട്ടി വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളെ ഈ ഓരോ നമ്മുടെ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കണതാണ് കേട്ടോ. മറ്റേ ഏതോ ഒരു സിനിമാ നടൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഏതോ ഒരു സാധനം, അയ്യോ എൻ്റെ പേര് മറന്നുപോയല്ലോ, നിങ്ങളറിയാമെന്ന് പറഞ്ഞേ, വിനായകൻ. എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നത് എന്നോട് ചോദിക്കുക ഓരോന്ന് എൻ്റെ നിന്ന് കിട്ടിയിട്ട് അത് എന്നെ ഫ്ലാഷാക്കി അത് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ എന്തിനാ വേണ്ടാത്ത പറയാൻ പോകണം, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും സത്യമൊന്നും അറിഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനാ പറയാൻ പോകണം എന്ന് പറഞ്ഞ പോലെ. ഈ എന്നെ ചീത്ത വിളിക്കുന്നതിനകത്ത് ഓരോരുത്തരും ഒക്കെ വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവർക്ക് വല്ലതും അറിയാമോ? എന്നെ അറിഞ്ഞൂടല്ലോ. പിന്നെ ഞാൻ എന്നെ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു, നിങ്ങളായാലും പറയില്ല ആരായിരുന്നാലും. അമ്മ എല്ലാവർക്കും ഉണ്ടല്ലോ, എൻ്റെ അമ്മേനെ വിളിക്കണം എന്തിനാ വെറുതെ? അമ്മയില്ലാതെ നിങ്ങളെ മക്കളും ഉണ്ടാവില്ലല്ലോ. സനൽ നമസ്കാരം. അമ്മയില്ലാതെ ആരുണ്ട്? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ എന്തിനും ഓരോരുത്തരും അമ്മയ്ക്ക് വിളിക്കണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ, അങ്ങനെയൊന്നും വിളിക്കരുത്. അതിനെന്താ, ഏത് പ്രായത്തിലും മോനേട്ടം കളിക്കാം കേട്ടോ, അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണോ കളിക്കാം. കലയ്ക്ക് പ്രായമൊന്നുമില്ല, ആവതുള്ള കാലം വരെ മേക്കപ്പൊക്കെ ചെയ്ത് കളിക്കാൻ പറ്റുമെങ്കിൽ കളിച്ചോളൂ. ഓക്കെ അനീഷ്, സന്തോഷം. അർജുൻ നമസ്കാരം. ഹായ് രമ്യ, ഹായ്. മഹേഷ് നമസ്തേ ജി. ഇപ്പോഴും ശരിയായ മറിഞ്ഞ ലൈറ്റ് പ്രശ്നമാണെന്ന് പറയുന്ന ഒരാൾ. ഇപ്പോൾ ശരിയായോ നോക്കണേ. തള്ള എന്ന് വിളിക്കുക, കിളവി തള്ള എന്നൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ ചെറുപ്രായമൊക്കെ ഇവർ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോഴേ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പം എൻ്റെ ചെറുപ്രായത്തിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിരുന്നെങ്കിൽ പിന്നെ വീട്ടിൽ കയറി വരുമ്പോഴേ നിങ്ങൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങളായാലും പെണ്ണുങ്ങളങ്ങനെ അമ്മ ചോറ് താ എന്ന് പറയില്ലേ, പോയി എടുത്ത് വിളമ്പി കഴിക്കുക അല്ലേ? ശ്രീകുമാർ നമസ്കാരം. അല്ലാതെ ഈ ആമ്പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, അമ്മ ചോറ് തരൂ എന്ന് പറഞ്ഞ് കൈ കഴുകി വന്ന് അങ്ങ് ഇരിക്കും അല്ലേ? തള്ളേ ചോറ് തരൂ, കിളവി ചോറ് തരൂ എന്ന് പറയൂല്ലോ. അപ്പോൾ ഈ അമ്മയാണ് തള്ളിയും കിളവിയൊക്കെ ആവുന്നത് ഒരു സമയമാകുമ്പോൾ. അതേപോലെ ജനിച്ച പാടെയാണോ ഇരിക്കുന്നത് ഇവനൊക്കെ? അല്ലല്ലോ. അപ്പോൾ എന്തിനാ വെറുതെ എന്നേന്നല്ല ഒരാളെയും തള്ളിയും കിളവിന്നൊന്നും വിളിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും പ്രായമാവും അല്ലേ? ആരാ പ്രായമാവാത്ത? നമ്മളിങ്ങനെ പ്രായമായി കുറേ കഴിയുമ്പോൾ മരിച്ചു, അപ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ പ്രായമായി വരും, അങ്ങനെയുള്ളൂ. ലക്ഷ്മി ഹരിലാസ് നമസ്കാരം മോളെ. അതിലൊന്നും എനിക്ക് അങ്ങനെ വിഷയമില്ല, നിങ്ങൾ എന്ത് വേണോ വിളിച്ചോ. ഓക്കെ, സ്വാതന്ത്ര്യദിന ആശംസകൾ. മഹേഷ് നമസ്കാരം. വിഷ്ണു പ്രശാന്ത് സുഖമാണോ അവിടെ? ഓക്കെ മോനെ, സുഖമാണ് കേട്ടോ. സനിൽ നമസ്കാരം. നമ്മളിങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ അങ്ങോട്ട് പ്രതികരിക്കുന്നതല്ലേ, അല്ലാതെ നമ്മളെ വരാ
അത് നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ? ചിലർ പ്രതികരിക്കില്ല കേട്ടോ, അവരെല്ലാം സഹിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ട്. ചിലത് എല്ലാം സഹിച്ച് 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 ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം, ആത്മഹത്യ ചെയ്യണവരുണ്ട്. എന്തിനങ്ങനെ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ഒരുപാട് കാലത്തെ തപസ് കൊണ്ടാണെന്ന് പറയാം. ഒരു മനുഷ്യജന്മം കിട്ടുന്നത് അത് മരിച്ചു തീർക്കാനുള്ളതല്ല. ദൈവം വിളിക്കുമ്പോൾ പോയാൽ മതി. പിന്നെ അവിടെ തള്ളാന്നും കിളവിയെന്നും ഇത് കുറേ തെറിയെന്നും പറഞ്ഞാൽ ഞാനൊന്നും തളരൂല. നിങ്ങൾ വിളിച്ചോ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു തള്ളയുണ്ടല്ലോ, ആ തള്ളയില്ലാതെ നിങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, എന്തും വിളിക്കാൻ ഒന്നും പറ്റില്ലല്ലോ. എന്തും വിളിക്കാൻ ഒന്നും പറ്റില്ലല്ലോ. ഇത് മനസ്സിലായില്ലേ എന്താണാവോ? മലയാളം. രശ്മി നമസ്കാരം മോളെ. രാജേഷ് നമസ്കാരം. നമ്മളൊക്കെ ഒരു നല്ല ഒരു തൊഴിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എല്ലാം ദൈവങ്ങളുടെ പാട്ടുകളാണ്. ഗണപതി, മുരുകൻ, ശിവൻ, കൃഷ്ണൻ, ദേവി, എല്ലാം രാമൻ. ഇപ്പോൾ രാമായണ മാസമാണ്. ശ്രീരാമ എന്നൊക്കെ പറഞ്ഞ് അത് ഡാൻസിൻ്റെ പാട്ടല്ല, സിനിമാ പാട്ടാണ്. എന്നാലും ഞാൻ പറയാം, ഈ ഡാൻസിൻ്റെ പാട്ടൊക്കെ എനിക്കൊക്കെ നല്ല പോലെ ദൈവാനുഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എന്തറിയോ, ഒരു സമയം നമ്മൾ എപ്പോൾ പാടുമ്പോഴും ദൈവത്തിനെ വിളിച്ച് പാടുന്ന പാട്ടുകളാണ്, ഡാൻസിൻ്റെ പാട്ടുകളല്ല. ഓക്കെ ടീച്ചറെ, പിന്നെ കാണാം. ഓക്കെ. അർജുൻ, മനീഷ്, സൗമ്യ നമസ്കാരം. ബിനുകുമാർ നമസ്കാരം. പിന്നെ നമുക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട് അല്ലേ? ആരല്ലാത്ത ശത്രുക്കളില്ലാത്ത ഒരാൾ ഈ ലോകത്ത് കാണില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയുകയാണേ, ഞാൻ അന്ന് പ്രതികരിക്കേണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് വേണ്ടിയിരുന്നില്ല എന്ന്. എനിക്ക് കമൻസ് ഇട്ടവർക്കെതിരെ എന്താ അറിയോ, എൻ്റെ പൊന്നെ, ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പിണറായി വിജയൻ, നമ്മളെയൊക്കെ ഭരിക്കുന്ന അദ്ദേഹത്തിനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ ഒന്നും വേണ്ട, വെറുതെ ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് എന്നെ പറയണമെന്നെങ്കിലും വയ്ക്കാം. ഒരു കാര്യമില്ലാതെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നി അതൊക്കെ കണ്ടപ്പോൾ. വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീത കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ഒരു കുട്ടി അത് പാടാൻ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് പാടിയതാണ്. ശ്രീരാമൻ്റെയും സീതയുടെയും കല്യാണ സമയത്ത് പാടുന്ന ഒരു വരിയാണത്, രാമായണം കഥയിലെ. അപ്പം എൻ്റെ വേണ്ടപ്പെട്ടവരും എൻ്റെ ക്ലാസ്സിലെ വലിയ വലിയ കുട്ടികളും ഞാൻ ആരോടും ചോദിക്കാണ്ട് അങ്ങൊരു ലൈവ് പോയതാണ്. അതെനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയപ്പോൾ. കാര്യം എന്താ പറയുക, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നെ വെറുത്തു പോരുതല്ലോ, മനസ്സിലായ? ഓക്കെ. മനീഷ്, പ്രവീണ നമസ്കാരം. രാജലക്ഷ്മി നമസ്കാരം. അനിൽ ചാക്കോ നമസ്കാരം. ഞാൻ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെയാണ്. അതായത് സ്റ്റാച്യു സെക്രട്ടേറിയറ്റൊക്കെ അറിയാമല്ലോ, അവിടെ നിന്ന് ശരിക്കും ഒരു മിനിമം ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരികയാണെങ്കിൽ പിന്നെ നിയർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് വരും. ബബിത നമസ്കാരം.
നമ്മളൊന്നും ജീവിതത്തിൽ ആരും ആരും ഒന്നുമല്ല അല്ലേ? അസുഖവും രോഗവും അതേപോലെ മരണവും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഏത് സമയം എല്ലാവർക്കും സംഭവിക്കാം. നമ്മൾ തിമിർത്തൊക്കെ ആടുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്തിനാണെന്നുള്ളത്. എന്തിനാ ഒരാളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാതെ ഒരാളെ കുറിച്ച് നമ്മൾ പറയരുത്. എൻ്റെ അടുത്ത് പലരും പല സബ്ജക്റ്റും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഇനി വല്ലതും കിട്ടിയിട്ട് അതിനിട്ട് വീശാൻ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ആ സബ്ജക്റ്റ് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങളെന്തിനാ എന്നെ വിളിക്കണമെന്ന് ചോദിക്കും ഞാൻ അവരോട്. കല്യാൺ നമസ്കാരം, രാജീവ് ശ്രീകുമാർ നമസ്തേ. അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല. പിന്നെ ഒറ്റ വാക്കിൽ പറയാം, ആരെ പറഞ്ഞാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് ഓരോരുത്തരെ പറഞ്ഞ് ആസ്വദിക്കുമ്പോൾ ആലോചിക്കണം തിരിച്ചും കിട്ടുമെന്നുള്ളത്. അത്ര മാത്രം എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. അപ്പം KPSC നാടകം, അയ്യോ 8 പേര് കണ്ടില്ല കേട്ടോ. എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അച്ഛനെ ഭയങ്കര നാടക നടനായിരുന്നു, പോലീസിലായിരുന്നു പുള്ളി അച്ഛനെ. പക്ഷേ സദ്യ നാടക നടനും കൂടിയായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ കുഞ്ഞിലെയൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ബാലനടിയായിട്ടൊക്കെ. പിന്നെയാണ് കലാമണ്ഡലത്തിലൊക്കെ പോയത്. സുരേഷ് ഇവിടെ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്. ഹായ്. മഞ്ജു ഗോപിനാഥ് നമസ്കാരം മോളെ. ഷൈജു ജോസഫ് ടീച്ചർ ഒരു നാടകപ്പാട്ട് പാടാമോ? അയ്യോ, നാടകപ്പാട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അറിയാം, പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ പാടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നോക്കി വെച്ചിട്ട് പാടാം കേട്ടോ. നാടകപ്പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാടുമായിരുന്നു, പെട്ടെന്ന് പറയുമ്പോഴേ നമുക്ക് പാടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സുലോചന നമസ്കാരം. ഓക്കെ ശ്രീകുമാർ, വളരെ സന്തോഷം. ഒരു താഴെ ഒരു പേപ്പറോ വല്ലതും വീണാൽ നമുക്ക് എടുക്കാം അല്ലേ? വായിന്ന് വീണ എടുക്കാൻ പറ്റുമോ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. വായിന്ന് എന്തൊക്കെയോ പോയി. ഇനിയിപ്പോൾ അതെടുത്ത് തിരിച്ചെടുക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കൂ. ഓക്കെ ദേവൻ. ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമസ്കാരം. പത്മകുമാർ നമസ്തേ മോനെ. കുഞ്ചുണ്ണി നമസ്കാരം. നൃത്തം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ നൃത്തമൊന്നും കളിച്ചൊന്നും ഇട്ടിട്ടില്ല, വളരെ ചെറിയ രീതിയിൽ ഇട്ടിട്ടുള്ളൂ. ഗിരീഷ് കുമാർ നമസ്കാരം. ഹായ് മുത്തേ, എന്തുണ്ട് വിശേഷം? അയ്യോ, എനിക്ക് എന്നെ മുത്തേ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പോലെ സന്തോഷം വരുന്നു. ഹായ്. ഭാസ്കർ ഹായ്. പ്രീത ബാബു നമസ്കാരം മോളെ. ഉഷ സുഖം മോളെ, സുഖം. റീന ഗോവിന്ദ് നമസ്കാരം. അനീഷ് മോഹൻ നമസ്കാരം. മഹീർ മോൻ ഹായ്. സജിനി, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നോക്കേ മോളെ, സന്തോഷം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിഞ്ഞൂടാ. പേര് ചിലതൊക്കെ കേൾക്കുമ്പോഴേ. കുഞ്ഞുണ്ണി, അമ്മയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ ട്രിവാൻഡ്രത്താണ് കേട്ടോ. രഞ്ജിനി ഹരിദാസ്. ധനുഷേ
ഹായ്. ഒരു പുച്ഛമില്ല അനീഷ്, എന്താണ് ആർഷിയ എന്തെന്നാ, ഒരു പുച്ഛമില്ല. നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തിനാണ് കറുത്തവരോട് പുച്ഛം കാണിക്കുന്നത്? ഞാൻ നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഒന്ന് മര്യാദയ്ക്ക് കാണും കേട്ടോ. കറുത്തവരോട് എനിക്ക് പുച്ഛം എന്തിനാന്ന്? ഞാനാരാ കറുത്തവർ ഈ ലോകത്ത് ജനിക്കാൻ പാടില്ല എന്നോ കളിക്കാൻ പാടില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മോഹിനിയാട്ടത്തിന് ഇത്തിരി സൗന്ദര്യം വേണം എന്നുള്ളത് പറഞ്ഞു, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്കും വേണം, നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് ശരി. ഏതെങ്കിലും ഡാൻസ് ടീച്ചർമാരോട് സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കും. ആരും പബ്ലിക്കായിട്ട് പറയില്ല. എന്താ വെച്ചാൽ അവർക്കൊക്കെ പേടിയാണ് പറയാനേ പബ്ലിക്കായിട്ട് പറയുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ ആളോട് ഞാൻ പറയാം, ഞങ്ങളെ ജഡ്ജിമെൻറ്റിന് മുമ്പേ ഒരു 10 കോളം തരും, അതിലൊരു കോളം സൗന്ദര്യമാണ്. അതാരോട് പറയും? അപ്പം മോനെ അതങ്ങ് തിരുത്താം ആദ്യമേ പോയിട്ട് കേട്ടാ. സൗന്ദര്യത്തിൻ്റെ കോളം എടുത്ത് കളാ, ഗവൺമെൻറ്റിനോടൊന്ന് ശുപാർശ ചെയ്തേ. അതെന്തിനാ സൗന്ദര്യത്തിന് ഒരു കോളം ഇട്ടേക്കണം? എന്നിട്ട് മാർക്ക് ഇടുമ്പോൾ ജഡ്ജസ് എഴുതുകയാണ് ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്ന് എഴുതുന്നു. അപ്പോൾ അതെന്തിനാ? രണ്ട് കറുത്ത കുട്ടികളെന്നുള്ളതല്ല. ഞാൻ ഈ ലോകത്ത് കറുത്തവർ ജനിക്കാൻ പാടില്ല എന്ന് പറയാം. ഞാൻ ആരാ? ബ്രഹ്മാവോ? മാഡത്തിൻ്റെ ഡാൻസും പാട്ടും ഇഷ്ടമാണ്. ഓക്കെ മോളെ. തെറ്റിദ്ധരിച്ചിട്ട് പലരും ഇടുന്നതാണ്, മനസ്സിലായ? പിന്നെ ഓരോരുത്തർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ തിരിച്ചു പറയും. അത്രയേ ഉള്ളൂ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെന്തോന്നാ? ഒരു രഹസ്യമില്ല. ഭാരത് സൗന്ദര്യത്തിന് രഹസ്യമാണ്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ, അത്രയേ ഉള്ളൂ. എന്ത് സൗന്ദര്യം? എന്നെ കളിയാക്കണമായിരിക്കും. ആഹാര സുഷമ. ആരെ? എനിക്കാണോ ധനുഷേ? ഈ വിപണിയിലേ ധനുഷേ ഈ സാധനങ്ങളൊക്കെ ഇറങ്ങണമൊക്കെ നമുക്ക് വാരി മുഖത്തിടാനല്ലേ. അതിനെന്തിനാ ഇങ്ങനെ ആൾക്കാർ പരിഹസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെ, വലിയൊരു ഇതായിരുന്നേ എൻ്റെ പൊട്ട്, എൻ്റെ മുടി. അതുകൊണ്ട് നോക്കിയേ 2 പൊട്ടാണ് വെച്ചേക്കണം കണ്ടാ. ഇനി അങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചു. ഇനി അതിന് ഈ വലിയ പൊട്ടിന് ചുറ്റും പൊട്ട് വയ്ക്കും. നമ്മുടെ ഉഷ ഉതുപ്പ് വെച്ചേക്കണ പൊട്ട് കണ്ടില്ലേ? അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു വിഷമമില്ലേ? അടിപൊളിയല്ലേ അവരെ കാണാൻ? അങ്ങനെയൊന്നുമില്ല. ദൈവമൊക്കെ എല്ലാവർക്കും. ഞാൻ ചോദിക്കട്ടെ, സൗന്ദര്യത്തിലല്ല കാര്യം. കൈയും കാലും നല്ല ബുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടെ ഒരു കുട്ടി ജനിക്കണമെന്നേ പ്രാർത്ഥിക്കാവൂ എപ്പോഴും. ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതൊക്കെ മുമ്പ് ഒരമ്മ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു സൗന്ദര്യമുള്ളൊരു കുട്ടി വരണേ എന്ന് പറയാൻ കാര്യമില്ല. പിന്നെ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ പിന്നെ സുഖപ്രസവം നടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക. എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് ഉണ്ട് പ്രസവ സമയത്ത് ഇല്ലേ? അപ്പോൾ നല്ലൊരു നല്ല സൗന്ദര്യമുള്ള കുഞ്ഞുണ്ടാവട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ട. നല്ല സുഖപ്രസവത്തിൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തൊരു കുഞ്ഞെനിക്ക് ഉണ്ടാവണം ദൈവമേ എന്നേ പ്രാർത്ഥിക്കാവൂ, ഭാര്യയായാലും ഭർത്താവായാലും. എൻ്റെ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ അതാണ് ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് വിചാരിക്കാൻ പാടില്ല. വന്ദേ മാതരം പാടാൻ, വന്ദേ മാതരം പാട്ട് വേണമെന്ന് സീമയെ പോലെ ഉണ്ട്. അതെല്ലാവരും പറയാറുണ്ട് കേട്ടോ. സീമയെ പോലെ ഞാൻ ഉണ്ടെന്ന് പറയാറുണ്ട് ചിലർ. പക്ഷെ കണ്ണൊന്നുമില്ല. സീമയുടെ കണ്ണൊക്കെ പത്തിനോട് വലിപ്പമുണ്ട്. എൻ്റെ കണ്ണ് കുറച്ച് ചെറുതാണ്. മായ രാജേഷ് പാട്ട് പാടാം. ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം. ഡാൻസിൻ്റെ പാട്ട് പാടിയല്ലോ. അല്ല, ആൺകുട്ടികൾക്ക് മോനേട്ടൻ കളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? ഇപ്പോൾ ഇതാ മറ്റേ എറണാകുളത്ത് ഒരു പയ്യൻ കളിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യില്ല അവൻ. ഒരു ജോളി മാത്യു എന്ന് പറഞ്ഞൊരു പയ്യൻ. ഉള്ള സൗന്ദര്യം വെച്ച് അവൻ കളിക്കും. അല്ലാതെ ആൺകുട്ടികളുടെ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് ഒരുപാട് മേക്കപ്പ് ചെയ്യാതെ കളിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പെൺകുട്ടികളെ കൂട്ടല്ല. അതൊക്കെ മദ്രാസിൽ ചെല്ലണം അത് കാണണമെങ്കിൽ,
മദ്രാസ് അതർ സ്റ്റേറ്റിൽ നമ്മളെ കേരളം വിട്ട് അതർ സ്റ്റേറ്റ് എവിടെയായിരുന്നാലും അവരൊരുപാട് മേക്കപ്പ് ചെയ്യില്ല ആൺകുട്ടികൾ, വളരെ കുറച്ചാണ്. വിളിക്കുക അനീഷേ, ഗുരുവായൂർ എനിക്ക് നമ്പർ അയച്ചാൽ മതി, ഞാൻ വിളിച്ചോളാം. അനീഷ്, ഗുരുവായൂർ ഞാൻ വരുന്നുണ്ട്, പറയാം. ഡാൻസിൻ്റെ പാട്ടായാലും മതി എന്നാണ് പറയണം മായ. അത് ശരി. മദസിക്ക് പിഞ്ച അലങ്കൃത ചിക്കുരേ, മദസിക്ക് പിഞ്ച അലങ്കൃത ചിക്കുരേ, മദസിക്ക് പിഞ്ച അലങ്കൃത ചിക്കുരേ, മഹനീയ കഭോല വിചിത മുകുരേ, മഹനീയ കഭോല വിചിത മുകുരേ, മഹനീയ കഭോല വിചിത മുകുരേ, മാനസ സഞ്ചരരേ, ബ്രഹ്മണി മാനസ സഞ്ചരരേ, ബ്രഹ്മണി മാനസ സഞ്ചരരേ. ഇത് നാരായണീയത്തിലൊരു ഭാഗമാണ് കേട്ടോ പാടിയത്. രമ്യ, അജിത, സനീഷ് അജിതാകരെ പാടാനാണ് പറയണത്. ഇതെന്താ പറയുക, ഒരു രാഗം നമ്മളിങ്ങനെ കിടക്കുമ്പോഴേ പെട്ടെന്ന് ചാടി കയറി അടുത്ത രാഗം, അജിതാകരെ വേറൊരു രാഗമാണ്, പെട്ടെന്ന് ചാടി കയറി പാടാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ കൂടെ ഉണ്ട്. അജിതാകരെ ജയ മാധവ വിഷ്ണു, അജിതാകരെ ജയ മാധവ വിഷ്ണു, അജിതാകരെ ജയ മാധവ വിഷ്ണു. അത്രയും മതിയല്ലോ. താങ്ക് യു മോളെ മായ. സനീഷ, അമ്മു, നമസ്തേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ.
ഓരോ പാട്ടുകൾ ഓരോ രാഗങ്ങളല്ല. അപ്പോൾ പെട്ടെന്ന് ചാടി കയറി പല പല രാഗങ്ങൾ പാടുമ്പോഴേ ചില രാഗം പാടുമ്പോൾ അടുത്ത രാഗത്തിലേക്ക് വേറൊരു രാഗം ഇങ്ങനെ ചേർച്ചയുള്ള രാഗങ്ങളുണ്ട്, അത് പാടാൻ ബുദ്ധിമുട്ട് വരില്ല. പെട്ടെന്ന് കയറി ചില രാഗങ്ങൾ ഒരു ബന്ധമില്ലാത്ത രാഗങ്ങൾ വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും പാടാനായിട്ട്. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. വലിയ വലിയ സംഗീതജ്ഞന്മാരൊക്കെ ചിലപ്പോൾ പാടുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ചില രാഗങ്ങൾ കയറി അടുത്ത രാഗം പടാന്ന് പറഞ്ഞുകൊണ്ട് പാടാൻ പറ്റില്ല. അതിനകത്ത് ഒരു പേജിൽ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, എല്ലാവരും കൂടെ ഒത്തുകൂടാൻ വേണ്ടിയിട്ടേ. അത് കുറേ പേരൊക്കെ റിപ്ലൈ അയച്ചിരുന്നു. ഇന്ന് അവധിയാണല്ലോ, പിന്നെന്താ ആൾക്കാർ കയറി വരാത്ത? ഇതിനേക്കാളും ആൾക്കാർ വരാറുണ്ടായിരുന്നു. ഇന്ന് അവധിയാണല്ലോ, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പൊതു അവധിയുള്ള ദിവസമാണ്. അപ്പോൾ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. പാട്ട് പാടുക എന്ന് പറയുമ്പോഴേ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ലാസ്റ്റ് കളിക്കുന്ന ഒരു ഇനമാണ് തില്ലാന. തില്ലാന കളിക്കുന്നതോടുകൂടെ ചിലർ ജാവളി എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ചിലപ്പോൾ ചെയ്യും, പക്ഷെ അധിക പേരും ജാവളി ചെയ്യാറില്ല, കുറവാണ്. എപ്പോഴും തില്ലാനയായിരിക്കും അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തില്ലാന സനീഷ്, അപ്പോൾ തില്ലാന പാടി അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ. തജം തജം തധി ജുണു തതി ധീം തധീം തതിരന തതിരന തജം തജം തധീം ജുണു തതി ധീം തധീം തതിരന തതിരന തജം തജം തധീം ജുണു തതി ധീം തധീം തതിരന തതിരന തജം തജം തധീ. വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.